ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതമാണ്. രാവിലെ എണീച്ചു ഫ്രഷപ്പായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ദോശയും പിന്നെ തക്കാളി കറിയാണ്. അടിപൊളിയായിരുന്നു. അതാണ് ഈ പ്ലേറ്റിൽ കാണുന്നത്. പിന്നെ കുറച്ച് വീട് ക്ലീനിങ് ഉണ്ട്. അങ്ങനെ എൻ്റെ റൂം കുറച്ച് ക്ലീൻ ആക്കാനാണ്. നല്ലോണം വിൻഡോ എല്ലാം അടിച്ച് വാരി ഉള്ളപ്പൊടിയെല്ലാം എടുത്തു പാവയ്ക്ക് എടുക്കുന്നില്ല. അങ്ങനെ കൊണ്ടുകൊണ്ട് ചില സാധനങ്ങളെല്ലാം മാറ്റി വെച്ചു. നല്ലോണം റൂം ഒരു വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയോണ്ടേ ഇരിക്കുന്ന അറിയില്ല. അങ്ങനെ അതെല്ലാം ക്ലീനാക്കി. പിന്നെ ഒരു അംബ്രല്ല ഉണ്ട്, കുട. അത് ഞാൻ കാണിച്ചു തരുവാണ്. അടിപൊളി കുടമാണ്. എത്ര വലിയത് പറഞ്ഞെങ്കിൽ അത്ര വലിയതാണ്. 3 ആൾക്കെല്ലാം പോകാൻ നല്ല സുഖമായ. പിന്നെ അത് മഴ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോൾഡിങ് ആക്കി വെക്കാണ്. അങ്ങനെ അതിനെ ഫോൾഡിങ് ആക്കിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ റൂമെല്ലാം അടിച്ച് വാരി. പിന്നെ 3 റൂമുണ്ട്, അതിനെല്ലാം അടിച്ച് വാരാനായിട്ട് സ്റ്റെപ്പിനെല്ലാം അടിച്ച് വാരി കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ റൂമിൽ അമ്മൻ്റെ റൂമും അടിച്ച് വാരിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞു. പിന്നെ ഹാളിൽ അടിക്കൊണ്ടിരിക്കുവാണ്, TV ഹാള്. അങ്ങനെ TV ഹാള് അടിച്ച് വാരി. പിന്നെ മുമ്പ് കോലായി അതിനെ അടിച്ച് വാരി കൊണ്ടിരിക്കുവാണ്. അങ്ങനെ പിന്നെ അതെല്ലാം അടിച്ച് വാരി. പിന്നെ മുമ്പ് പുറത്ത് അത് കുറച്ച് അടിച്ച് വാരി കൊണ്ടിരിക്കുവാണ്. അവിടെ ഓട്ടോ നിന്നിട്ടുണ്ട്. അവിടെ കുറച്ച് നല്ലതുണ്ട്, ടൈൽസ് ആയിട്ട് അവിടെ അടിച്ച് വാരി. പിന്നെ പശുവിൻ്റെ അവിടെയോ കുറച്ച് നല്ലോണം പുറത്തെല്ലാം അടിച്ച് വാരണം. പണിയാകുമ്പോൾ അങ്ങനെ അടിച്ച് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാവില്ല. പിന്നെ ഒരു മാങ്ങ ഉണ്ട്, കിളി മാങ്ങ. അതിനെ നല്ലോണം കഴുകിയിട്ട് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നീളത്തിൽ മുറിച്ചിട്ടിട്ട് നല്ല രസമുണ്ട്. എപ്പോഴും കുറേ പ്രാവശ്യം കിട്ടുമല്ലേ. അങ്ങനെ ആ മാങ്ങ കിട്ടണേ നല്ലോണം കഴുകിയിട്ട് നീളം മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെയെല്ലാം മാറ്റി ഉപ്പും മുളക് പൊടി മിക്സാക്കി എടുത്ത് പുറത്തേക്ക് വന്ന ഗൈസ്. അവിടെ ആണ്ടിയെല്ലാം ഉണ്ട്. അങ്ങനെ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അടിപൊളി ടേസ്റ്റ്. തിന്നിട്ടുണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ ഉച്ചയ്ക്ക് ചോറ്, വെള്ളരിക്കറി, വെണ്ട ഉപ്പേരി, പിന്നെ ഉണക്ക കൊഞ്ചൻ്റെ ഫ്രൈ ഉണ്ടായി. അതിൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല ടേസ്റ്റായിരുന്നു ഉണക്ക ഫ്രൈ ഉണ്ട്. അതിൻ്റെ കഴിച്ച്. പിന്നെ സന്ധ്യയ്ക്ക് അനിയൻ്റെ ഭാര്യേൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അവിടെ കേക്ക് കട്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. അവൾ കേക്ക് കട്ടാക്കി. പിന്നെ അനിയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ ഓൾക്ക് കേക്ക് തിന്നിപ്പിച്ച്. പിന്നെ അനിയന് കേക്ക് കൊടുത്ത്. പിന്നെ അമ്മയ്ക്ക് കൊടുത്ത്. പിന്നെ അങ്ങനെ അനിയന് കേക്ക് മുറിച്ചിട്ട് ഓൾക്ക് ബായ്ക്ക് വെച്ച് കൊടുത്ത്. ഓൾ കഴിച്ചു. പിന്നെ രാത്രിത്തെ ഫുഡിന് നെയ്ച്ചോറാക്കാൻ പോകണം. അതിന് വേണ്ട സാധനങ്ങളാണ് ഇത്. ഉള്ളി, പച്ചമുളക്, അരി, എണ്ണ, നെയ്യ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗരം മസാലകൾ വേണ്ട സാധനങ്ങൾ അതിനെല്ലാം വെച്ചു. പിന്നെ ഗ്യാസ് കത്തിച്ച് അതിൻ്റെ മുകളിൽ ഒരു പാന് വെച്ചിട്ട് അത് ചൂടായി. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയോ പിന്നെ കുറച്ച് നെയ്യോ ഇട്ട്. പിന്നെ ഫ്രൈ ആക്കാൻ വേണ്ടി ഉള്ളി ഉണ്ടല്ലോ, നീളത്തിൽ മുറിച്ചത് പാനിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ചുവപ്പ് കളറാണ് വരെ. ഇത് ചുവപ്പ് കളറായി. പിന്നെ അതിനെ എടുത്ത് വെച്ച് അമ്മ അങ്ങോട്ടേക്ക് എന്തോ ചക്ക ചൂടാക്കുന്നുണ്ടായി. അവിടെ പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് അത് കുറച്ച് ചുവപ്പായി വരുന്ന വരെ വറുക്കണം. കുറച്ച് ചുവപ്പായി വന്നാൽ പിന്നെ അതിലേക്ക് മുന്തിരി ഇട്ട്, ഉണക്ക മുന്തിരി ഇട്ടിട്ട് അതിനെ കുറച്ച് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ട് അതേ പാനിലേക്ക് കുറച്ച് ചെറുങ്ങനെ കുറച്ച് ഉള്ളി ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കിയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് വെച്ച ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇല ഇട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കി. പിന്നെ അതിലേക്ക് വെള്ളുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട്, അതിനെ ഇട്ട് നല്ലോണം പച്ചമണം പോകുന്നവരെ മിക്സാക്കി. പിന്നെ 3 പ്രാവശ്യം അരി കഴുകി. ഒരു പാട്ട അരിയാണ് ഇങ്ങനെ എടുത്ത് അങ്ങനെ കഴുകി. പിന്നെ ഉള്ളിയെല്ലാം ഫ്രൈ ആയി. പിന്നെ ഒരു പാട്ട അരിക്ക് 2 പാട്ട വെള്ളമാണ്, ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് അത് നല്ലോണം മിക്സാക്കി മൂടി വെച്ച് തിളക്കുന്ന വരെ വിട്ട്. തിളച്ചാൽ പിന്നെ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഉണ്ടായാലും ഒരു പാട്ടത് അതിനെ നല്ല ഇട്ടിട്ട് നല്ലോണം ഇട്ടിട്ടായാൽ പിന്നെ അതിലേക്ക് വെള്ളയാണ് തിരുപ്പിക്കേണ്ടത്. അരി പൊട്ടിപ്പോകാതെ നല്ലോണം സ്പൂണിട്ട് തിരിപ്പിച്ചു. തിരിപ്പിച്ചിട്ടായി. പിന്നെ അതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങ അതിനെ പിഴിഞ്ഞ് ചോറ് പൊടിയായിട്ട് വരും പറഞ്ഞിട്ട് അതിനെ തിരിപ്പിച്ചിട്ട് പിന്നെ മൂടിയിട്ട് വെച്ച്. പിന്നെ അത് തിളക്കാൻ വരുമ്പോൾ അപ്പോൾ കുറച്ച് സ്പീഡിലാണ് വെക്കേണ്ടത്. തിളച്ചുകൊണ്ട് വരുന്നോണ്ടിട്ട് കാണുന്നുണ്ടല്ലേ. അങ്ങനെ തിളച്ചുകൊണ്ട് വരുമ്പോഴാണ് പിന്നെയും മിക്സാക്കിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ തുറക്കുമ്പോൾ വെള്ളം കുറഞ്ഞിട്ട് ചോറ് പോലെ ആയി വരുന്നോളൂ. അത് കാണുന്നുണ്ടല്ലേ. അങ്ങനെ പിന്നെയും അങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെയും
തുറന്നിട്ട് അതാ ഇങ്ങനെ നല്ലോണം ചോറായി വന്നിട്ട് അതിനെ പിന്നെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഒരു ലെവലിട്ട് വെക്കണം. പിന്നെ മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ്, വറുത്ത ഉള്ളിയും ഫ്രൈ ആക്കിയ ഉള്ളിയും പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ അതിനെല്ലാം ഇട്ടിട്ട് കുറച്ച് നേരം അങ്ങനെ വിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു 2 സ്പൂൺ നെയ്യിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ നെയ്ച്ചോറ് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.